أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وأصحابه الفائزين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. വളരെയേറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുതഅല്ലിമുകൾ, ഉസ്താദുമാർ, സഹോദരങ്ങൾ, പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടൽ കബൂലാക്കി തരുമാറാകട്ടെ. ഒന്നരായ ഖുറത്തു സാദാത്ത് മഹാനായ തങ്ങളവറുകളുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് 40ന്റെ ദുആഇന്റെ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ മദദ് കൊണ്ട് നമ്മളെ ഖൽബ് നന്നാക്കി തരുമാറാകട്ടെ, ഖൽബ് ശുദ്ധിയാക്കി തരുമാറാകട്ടെ. എല്ലാ മലീമസങ്ങളും എല്ലാ പോരായ്മകളും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ശരീരത്തിൽ നിന്നും അല്ലാഹു മാറ്റി തരട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട സ്വാലിഹായ ഇബാദുർ റഹ്മാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാം പെടുത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനരായ ഖുറത്തു സാദാത്ത് ഒന്നരായ ഖുറത്ത് തങ്ങളവറുകൾ ആരാണ് എന്നതിന്റെ ശരിയായ ഒരു അടയാളമാണ് ഇവിടെ തിങ്ങിക്കൂടിയ ജനങ്ങൾ നമ്മളോട് വിളിച്ചോതുന്നത്. വലിയ മഹാനരായിരുന്നു തങ്ങൾ. ആരും അറിയാതെ എന്നെ ആരും അറിയരുത് എന്ന ചിന്തയിൽ ഒതുങ്ങിക്കൂടിയ ഒരാളായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമനുസരിച്ച് ജനങ്ങൾ അറിയണം, ജനങ്ങൾ തങ്ങളെ തേടി വരണം, ജനങ്ങൾക്ക് തങ്ങൾ ആവശ്യമായി വരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചപ്പോൾ ആർക്കും അത് തടയാൻ കഴിഞ്ഞില്ല. ഏത് മുക്കുമൂലയിൽ തങ്ങൾ പോയി താമസിച്ചാലും ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളിലേക്ക് പറഞ്ഞയച്ചു. അത് തങ്ങൾക്ക് ആവശ്യമുണ്ടായിട്ടില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു തീരുമാനിച്ച സംഗതിയാണത്. തങ്ങളടുക്കലേക്ക് ജനങ്ങൾ പോകണം. സഹോദരങ്ങളെ, അത് നീണ്ട 30 കൊല്ലക്കാലം, 30 കൊല്ലത്തിലധികം നീണ്ട കാലയളവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളടുക്കലേക്ക് പറഞ്ഞയച്ചു. ആ സന്ദർഭങ്ങളിലെല്ലാം തങ്ങൾ അതിൽ നിന്നുകൊടുത്തു. നമുക്കറിയാം, പല സന്ദർഭങ്ങളിലും പല പരിപാടികളിലും ഏത് സന്ദർഭങ്ങളിലും നമ്മളെപ്പോലെ തങ്ങൾ അവിടെ ഒരു ഗസ്റ്റായി വരുമ്പോൾ തങ്ങളെ ജനങ്ങൾ വിടുമായിരുന്നില്ല. തങ്ങൾ ഒരു ഗസ്റ്റായി സമാധാനത്തിലിരിക്കാൻ ജനങ്ങൾ സമ്മതിച്ചിരുന്നില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ ഹൃദയത്തിൽ ൊരു സംഗതിയാണ്. ഏത് അവസരങ്ങളിലും ഏത് സമയങ്ങളിലും ജനങ്ങൾ തങ്ങളുടെ അടുക്കലേക്ക് പോയാൽ തങ്ങൾ തട്ടുമായിരുന്നില്ല. തങ്ങൾ എന്ത് ടെൻഷനിലുണ്ടെങ്കിലും തങ്ങൾ എന്ത് തിരക്കുണ്ടെങ്കിലും തങ്ങളൊന്ന് ശരിക്ക് കസേരയിൽ ഇരിക്കാൻ ജനങ്ങൾ സമ്മതിച്ചില്ല. ജനങ്ങൾ വെള്ളമെന്തിരിക്കാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും തങ്ങളെ ജനങ്ങൾ സമീപിച്ചു. അതനുസരിച്ച് തങ്ങളവറുകൾ മഹാനവറുകൾ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ മഹാനവറുകളുടെ ജീവിതം തങ്ങൾക്കൊന്ന് ശരിക്ക് സന്തോഷത്തിൽ സുഖകരമായി ജീവിക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. സഹോദരങ്ങളെ, ഇന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു മഹാനവറുകൾ നമ്മളെ മുന്നിൽ ഇവിടെ മറവിട്ട് കിടക്കുകയാണ്. ഇനിയും ജനങ്ങൾ അവർക്ക് തുടരുകയാണ്. ജനങ്ങൾക്ക് സൗകര്യം കൂടുകയാണ്. മുൻപ് കാലങ്ങളിൽ തങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് പോകണം, തങ്ങൾ വരുന്ന സ്ഥലത്ത് കാത്തിരിക്കണം, തിക്കും തിരക്കും കൂടിയാൽ അവിടുന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് പോകണം. ഇന്ന് അതിന്റെ ആവശ്യമില്ല. എല്ലാ ആളുകൾക്കും തങ്ങൾ വളരെ എളുപ്പത്തിൽ കാണാൻ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാലും, ആര് തടഞ്ഞാലും, ആരെന്ത് പ്രഖ്യാപനങ്ങൾ നടത്തിയാലും, ആരെന്ത് ദുഷ്പ്രചരണങ്ങൾ നടത്തിയാലും ഈ വഴിക്ക് തടയാൻ ഒരാൾക്കും കഴിയില്ല എന്ന് ഈ ജനസാഗരം നമ്മളോട് വിളിച്ചോതുകയാണ്.
സഹോദരങ്ങളെ, ഏതോ സലഫി പ്രസ്ഥാനത്തിന്റെ വേരുള്ള രാജ്യങ്ങളിൽ മക്ബറ പൊളിച്ചു എന്ന് പറഞ്ഞു നമുക്കത് പൊളിക്കാൻ കഴിയില്ല. മക്ബറ പൊളിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ മക്ബറകളില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മക്ബറ ഉണ്ടല്ലോ, ആ മക്ബറ ഭദ്രമാക്കി പൂട്ടിവെച്ചിട്ടുണ്ടല്ലോ. ഖബർ വ്യവസായം എന്ന് പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ ഈറ്റില്ലം എന്ന് പറയുന്ന നാട്ടിൽ എല്ലാ ഖബറുകളും നിങ്ങൾ പൊളിച്ചില്ലേ? 100 കൊല്ലം മുമ്പ് 100 കൊല്ലങ്ങളിൽ ഇപ്പുറം എല്ലാ മക്ബറകളും നിങ്ങൾ പൊളിച്ചില്ലേ? അവിടെ പ്രധാനപ്പെട്ട ഒരു മക്ബറ ഇന്ന് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ? ഭദ്രമായ ഗേറ്റ് പൂട്ടിക്കൊണ്ട് ഭദ്രമായ കവാടം പൂട്ടിവെച്ചുകൊണ്ട് ആർക്കും അറിയാതെ ആ മക്ബറ നിങ്ങൾ അവിടെ പൂട്ടിവെച്ചിട്ടില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ആ മക്ബറ തുറക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ആ മസാറ് പുറത്തേക്ക് ജനങ്ങളെ കാണിക്കുന്നില്ല? കാണിച്ചാൽ നിങ്ങളെ കള്ളത്തരങ്ങൾ പൊളിയുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ആരെന്ത് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചാലും സുന്നത്തി ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മളിൽ നിന്ന് ശിർക്ക് വരില്ല. ഒരിക്കലും അല്ലാഹു പൊരുത്തപ്പെടാത്ത സംഗതികൾ വരില്ല. നമ്മളെ ആചാരങ്ങൾ, നമ്മളെ ഇമാമുമാർ, നമ്മളെ ഉസ്താദുമാർ, നമ്മളെ അയിമ്മത്ത് മുജ്തഹിദുകൾ നമുക്ക് പറഞ്ഞു തന്നതനുസരിച്ചിട്ടാണ് നമ്മളെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാനരായ തങ്ങളവരുടെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവരുടെ പൊരുത്തം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അതിലൂടെ നമ്മളെ ഖൽബ് അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. നമ്മൾ ആത്മീയവും ബാഹ്യവുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അവസാനം ആഖിബത്ത് നന്നായി മരിക്കാനും ഹബീബായി മുത്തനബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടി ഹിസാബില്ലാതെ നരകം തൊടാതെ സ്വർഗ്ഗത്തിലെത്തി മുത്തനബി തങ്ങളുടെ കൂടെ അവിടുത്തെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മളെ ഈ പ്രവർത്തനങ്ങളെല്ലാം അതിന് അല്ലാഹു കാരണമാക്കി തരട്ടെ എന്ന് ദുആയിരുന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.